ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വി ആർ wholeheartedly ready for that. കൊച്ചിയിലെ സ്കൂളിലെ ഹിജാബ് വിവാദം. ഇപ്പോൾ നമ്മൾ ഈ കണ്ട വാർത്താ സമ്മേളനത്തിൽ ആ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, ഹോൾ നമ്മൾ ആ കുട്ടിയെ തിരിച്ച് വെൽക്കം ചെയ്യുന്നു. അതായത് ഹിജാബിൻ്റെ വിഷയം ഇത്രത്തോളം വിവാദമാക്കി കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കൾ അവിടുന്ന് TC വാങ്ങിച്ച് പോയതിന് ശേഷം ആ ഹിജാബ് മാറ്റി വെച്ചുകൊണ്ട് തിരിച്ച് ആ യൂണിഫോമിൽ വന്നാൽ നമ്മൾ ഇത്ര ഹൃദയ വിശാലതയോടുകൂടി നിങ്ങളെ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ആ ഹൃദയ വിശാലതയാണ് ഇന്ന് കേരള സമൂഹം ഈ 2-3-4 ദിവസം കൊണ്ട് ചർച്ച ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം, മതേതരത്വം ബഹുസ്വരതയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ മതേതരത്വം ബഹുസ്വരതയൊക്കെ തുടങ്ങേണ്ടത് എവിടുന്നാണ്? സ്കൂളുകളിൽ നിന്നാണ്. പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാണ്? ഇതുപോലെയുള്ള പ്രിൻസിപ്പാളും ടീച്ചേഴ്സൊക്കെയാണ്. ആ പ്രിൻസിപ്പാളും ടീച്ചേഴ്സും ഒക്കെയാണ് കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴേ വേർതിരിവ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാലത്ത് നമ്മൾ എന്തായിരുന്നു? പൊട്ട് തൊട്ടവനും തട്ടമിട്ടവളും അതേപോലെ കുരിശുമാല ധരിച്ചവനും ഒക്കെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് വേർതിരിവെന്നുള്ള രീതിയിലാണ് ഇപ്പോഴേ കുട്ടികളുടെ മനസ്സിലേക്ക് വർഗീയ ചിന്തകൾ പാകിക്കൊടുക്കുന്നത് ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മൾ കൃത്യമായി ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 1-2 ഇൻസിഡൻ്റ് അല്ല, പല സ്കൂളുകളിലായി പല വിഷയങ്ങൾ ഇതുപോലെ മുന്നേ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം ഇത്രത്തോളം കത്തിക്കാനുള്ള കാരണം ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ തന്നെ PTA പ്രസിഡന്റ് കാസ എന്ന വർഗീയ സംഘടനയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഇതിൽ വർഗീയ സംഘടനകളും വർഗീയ ശക്തികളുടെ ഇടപെടലുകൾ. കാരണം ഇതുപോലെയുള്ള സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഇത്തരം നടപടികളെ സർക്കാരും കോടതിയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. കാരണം എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? ഹൃദയവിശാലത എന്ന സംഭവം പോലും ഇവിടെ കാണാൻ കഴിയില്ല. അസഹിഷ്ണുതയുടെ കൊടിയ മുഖമാണ് പുറത്തു വരുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ പോലും ആ സ്ത്രീ ചിരിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ ഇവിടുന്ന് TC വാങ്ങിച്ച് പോയില്ലേ, ഇത് നമ്മുടെ വിജയമാണ് എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീയുടെ മുഖത്ത് നമുക്ക് ആ സന്തോഷം കാണാൻ കഴിയുന്നത്. നമ്മുടെ മതേതര സമൂഹം ഈ മാതാപിതാക്കളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ഇതേപോലെയുള്ള വർഗീയപരമായി ചിന്തിക്കുന്ന മാനേജ്മെൻ്റ് ആയാലും ടീച്ചറായാലും പ്രിൻസിപ്പാളായാലും അവരുടെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.